ദിനവേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റി അനുദിന ജീവിത പാതയതിൽ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സാക്ഷ്യം നിർവഹിപ്പാൻ ലഭിച്ച സമയത്തിനു വേണ്ടി സ്തോത്രം. പ്രയർ പാർട്ട്ണർഷിപ്പ് ഫെലോഷിപ്പിൻ്റെ ഈ കൂട്ടായ്മയിൽ വീണ്ടും ഒരിക്കൽ കൂടി മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷനൂടെ എനിക്ക് ലഭിച്ചു. ഇന്നലെ ഞാനൊരു സൂം മീറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അമ്മാമ്മ മെസ്സേജ് അയച്ചു, ഇന്നും തുടർന്നുള്ള ഒരു ദിവസം കൂടെ ദൈവവചനം ശുശ്രൂഷിക്കാൻ ഒക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, യാതൊരു കുഴപ്പവുമില്ല, ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവജനം പ്രാർത്ഥനയോടുകൂടി ആയിത്തീരുന്നുവെങ്കിൽ ഇന്ന് ദൈവം നമുക്ക് വേണ്ടിയുള്ള ദൈവവചനം നമുക്ക് വിളമ്പിത്തരും. അതിനായിട്ട് ഹല്ലേലൂയ, നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഹല്ലേലൂയ ദൈവവചനം ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുവാൻ ഇടയായി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ ദൈവവചനം എന്താണെന്ന്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സ്തോത്രം. അമ്മാമ്മയെ ഓർത്തല്ലോ. കോടാലിയുടെ 3 അവസ്ഥയെപ്പറ്റി ഹല്ലേലൂയ 1-2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞു. പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ ദൈവവചനം കേൾക്കും, അതങ്ങ് മറന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഒരിക്കൽ മാരാമൺ കൺവെൻഷനിൽ നമ്മുടെ ഫിലിപ്പോസ് മാർ ക്രിസോസും വലിയ മെത്രാപ്പൊലീത്ത ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ ഹല്ലേലൂയ ഓണത്തിൻ്റെ ഒക്കെ കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കൾക്കൊക്കെ 4 ഓണമേ ഉള്ളൂ, മർത്തോമക്കാർക്കൊക്കെ 5 ഓണം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. 4 ഓണം ഉള്ള ഹിന്ദുക്കളെക്കാൾ ഏറ്റവും വലുത് നമ്മളാണ്. അപ്പോൾ ചോദിച്ചു, 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, തിരുവോണം ഒക്കെ എല്ലാവരും പറഞ്ഞു. എന്നാലും പറഞ്ഞു, മർത്തോമക്കാരുടെ ഓണം അത് ഹിന്ദുക്കളുടെ ഓണമാണ്. മർത്തോമക്കാരുടെ ഓണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മാരാമൺ കൺവെൻഷനിൽ വന്നോണം, ഇരുന്നോണം, കേട്ടോണം, മറന്നോണം, പൊയ്ക്കോണം. ഇതാണ് നമ്മുടെ ഹല്ലേലൂയ മർത്തോമക്കാരുടെ ഒരു ഇത്. എത്രമാത്രം ഇപ്പോൾ ഞാനിത് നോക്കിയാണ്. തങ്കമ്മാമി ഉണ്ണിച്ചാനൂടെ 1994 സെപ്റ്റംബറിൽ തുടങ്ങിയുള്ള ഒരു പ്രയർ ഫെലോഷിപ്പാണ്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ ഒരു ദൈർഘ്യമുള്ളതായുള്ള ആയുസ്സുള്ള ഒരു പ്രാർത്ഥന. ഞങ്ങൾ തന്നെ 9 വർഷം ഈ കോവിഡ് സമയത്താണ് ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ 12 മക്കളുടെ ലോകത്തിൻ്റെ പല ഭാഗത്തൂടെ സൂമിൽ കൂടെ ഞങ്ങൾ മീറ്റിംഗ് കൂടാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു ഹല്ലേലൂയ മീറ്റിംഗ് കൂടുവാൻ സർവശക്തൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കിയ ആ ദൈവകൃപയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നും ഹല്ലേലൂയ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊള്ളുക. അതിന് എലീശ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ എല്ലാവരും ഈ ദൈവവചനത്തെ ഓർത്ത് ഹല്ലേലൂയ തങ്ങളുടെ കരങ്ങളെ വെച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തേനിലും മധുരം വേദമലാദിൻ നേതുണ്ടു ചൊൽത്തോഴാ, നീ സദതമതിലേ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുമെൻ തോഴാ. മഞ്ഞുപോൽ മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമൻ തോഴാ, ദിവ്യ രഞ്ജിത വചനം പഞ്ചിതമാകും ഫലമതു പൊഴിക്ക തോഴാ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തരും വാക്കുമാറാത്ത ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിന് വേണ്ടി സ്തോത്രം. കർത്താവേ, ദൈവത്തിൻ്റെ വചനം അവിടുത്തെ വക, ഞങ്ങളും അവിടുത്തെ വക.
തേനിനേക്കാളും തേൻകട്ടേക്കാളും മാധുര്യമേറിയ വചനം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവാഴ്ത്തുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിവച്ചുകളെ തുളച്ചേറുന്ന വചനം ഇന്ന് പൽക്കാലം ഞങ്ങളോട് വിളമ്പി തരണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും ചിന്തയും അവിടുത്തേക്ക് പ്രസാദകരമായി തീരുവാൻ മിശിഹാമൂലം സഹായിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. രാജാക്കന്മാരുടെ പുസ്തകം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഇത് എഴുതിയത് ആരാണെന്ന് അറിയത്തില്ല. എന്നാൽ യഹൂദ പാരമ്പര്യമനുസരിച്ച് യിരെമ്യാ പ്രവാചകനാകുന്നു എഴുതിയത് എന്ന് പറയുന്നു. ആരെഴുതിയാലും യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ആത്മാവ് കൂടി വരുത്തി അവൻ്റെ വായല്ലോ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ആദിയിൽ വചനമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വചനം ഹല്ലേലൂയ ആരെഴുതിയാലും ആര് പറഞ്ഞാലും ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയായി തീരുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എൻ്റെ പ്രസംഗ വിഷയം ഹല്ലേലൂയ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. ഹല്ലേലൂയ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. ഈ ശബ്ദപരിധിയിൽ ഹല്ലേലൂയ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മളോട് ദൈവം ചോദിക്കുകയാണ്, മകനെ മകളെ, ഹല്ലേലൂയ 1 യോഹന്നാൻ 3:1 പറഞ്ഞ പോലെ കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവത്ര വലിയ സ്നേഹം നൽകിയിരിക്കുമ്പോൾ അപ്പൻ മക്കളോട് കരുണ ചെയ്യുന്നത് പോലെ അവൻ നമ്മോട് ചോദിക്കുന്നു, മകനെ മകളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. ഇന്ന് ഹല്ലേലൂയ ഇവിടെ വായിച്ച വേദഭാഗം നമുക്കെല്ലാം അറിയാം. ഏലിയാവിനും ഏലീശായുടെയും ഒരു പ്രവാചകന്റെ അന്ത്യവും ഒരു പ്രവാചകന്റെ തുടക്കവുമാണ് ഇവിടെ നാം കാണുന്നത്. ഏലിയാവിൻ്റെ ശിഷ്യനായി തീർന്ന ഈ ഏലീശ ഹല്ലേലൂയ അവൻ്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അവൻ ചെയ്ത അത്ഭുതങ്ങളും കാര്യങ്ങളും കണ്ടുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ ഹല്ലേലൂയ കാളകളെ എല്ലാം വിട്ടിട്ട് അതിനെയെല്ലാം മറുത്ത് യാഗം കഴിപ്പിച്ചിട്ട് ഹല്ലേലൂയ എല്ലാ അപ്പനെയും അമ്മയും ചുംബിച്ചിട്ട് ഏലിയാവിൻ്റെ പുറകെ പോവുകയാണ്. അവൻ ഹല്ലേലൂയ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും നീ ഇവിടെ നിൽക്ക് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ നിൽക്കാതെ മുന്നോട്ട് പോകുന്നു. അവരുടെ ശിഷ്യന്മാർ പറഞ്ഞു, ഏലീശയുടെ ശിഷ്യന്മാർ പറഞ്ഞു, നിന്റെ ഹല്ലേലൂയ യജമാനൻ ഇപ്പോൾ ദൈവം എടുക്കപ്പെടാൻ പോവുകയാണ്. അവർ പറഞ്ഞു, നീ മിണ്ടാതിരി അവരെ ശാസിച്ചിട്ട് ഹല്ലേലൂയ ഏലീശ അവരുടെ കൂടെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അവസാനമാകുമ്പോൾ അവൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഏലിയാവ് ഏലീശയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എലീശായെ, ഞാൻ നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് പോകുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പോൾ എലീശ പറഞ്ഞു, എനിക്ക് ഹല്ലേലൂയ വേണ്ടത് നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ തരുമാറാകട്ടെ. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, നീ ചോദിച്ചത് പ്രയാസമാണ്, എന്നാൽ ഒരു കാര്യം, നീ ഹല്ലേലൂയ ഞാൻ എടുക്കുന്നത് നീ കാണുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി പങ്ക് ആത്മാവ് നിനക്ക് തരും. നമുക്കറിയാം ആ സംഭവ പശ്ചാത്തലം. ഹല്ലേലൂയ അവൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നമ്മൾ യാത്ര ചെയ്ത് ഹല്ലേലൂയ ആദ്യം നമുക്കറിയാം 2-ാം വാക്യത്തിൽ കഴിയുന്നു, അവൻ ഗിൽഗാലിലെത്തിയപ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ പോന്നു. ഗിൽഗാൽ എന്ന് നമുക്കറിയാം യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഹല്ലേലൂയ ദൈവം നിന്ന് നീക്കിയ സ്ഥലമാണ്. ഹല്ലേലൂയ നിന്ന് നീക്കിയ സ്ഥലത്ത് പലപ്പോഴും നമ്മൾ ആ അനുഗ്രഹത്തിൽ അവിടെ നിൽക്കും, എന്നാൽ നമ്മൾ അവിടെ നിൽക്കരുത്. അത് കാൽവറിയിൽ നമ്മൾ നിന്ന് നീക്കിയ സ്ഥലമാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ ഭൂലോകം മുഴുവൻ്റെ സാക്ഷികൾ അവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ്. വീണ്ടും ആ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ അവർ ബഥേലിൽ ചെന്നു. ബഥേലിൽ ചെന്നപ്പോഴും പറഞ്ഞു, നീ ഇവിടെ നിൽക്കേ. അവൻ നിൽക്കാതെ അവൻ്റെ പുറകിൽ പോവുകയാണ്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 15 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഈ യാക്കോബ് സഹോദരനെ പേടിച്ചോടിച്ച് ബഥേലിൽ ചെന്ന് ദൈവവുമായി ഒരു ഉടമ്പടി വെക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മൾ അവിടെ നിൽക്കുവാനല്ല, വീണ്ടും ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ അതിൻ്റെ 4-ാം വാക്യത്തിൽ എരിഹോവിലോട്ട് വരികയാണ്. എരിഹോവിനെ പറ്റി നമുക്കറിയാം. ഹല്ലേലൂയ എന്താണ് എരിഹോ?
യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഹല്ലേലൂയ, യെരിഹോ പട്ടണം കാഹളമൂതി പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ജനമെല്ലാം കൂടിയിട്ട് ഈ ഹല്ലേലൂയ യോശുവ ജനത്തോട് പറഞ്ഞു. 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും യെരിഹോ പട്ടണം പണിയുവാൻ തുനിയുമ്പോൾ അവന്റെ ആദ്യജാതനും അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ ആദ്യജാതനും കട്ടള വെക്കുമ്പോൾ അവന്റെ ഹല്ലേലൂയ മൂത്ത മകനും മരിക്കുമെന്ന് പറഞ്ഞു. അത് നിവൃത്തിയായത് 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ബെഥേല്യനായ ഹിയേൽ അതിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ ഹല്ലേലൂയ അവന്റെ അബീരാം എന്ന ആദ്യജാതനും ഹല്ലേലൂയ കട്ടള വെച്ചപ്പോൾ ഹല്ലേലൂയ ഷെഗുബു എന്ന് പറഞ്ഞുള്ള ഹല്ലേലൂയ മകനും മരിച്ചു. അങ്ങനെ യെരിഹോ പട്ടണം ശാപമായ പട്ടണമാണ്. യെരിഹോ പട്ടണത്തിൽ കൂടി എലീശ പ്രവാചകൻ പോകുമ്പോൾ ഹല്ലേലൂയ മൊട്ടത്തലയ കയറി വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ജനം ഹല്ലേലൂയ ശപിച്ചപ്പോൾ കരടിക്കുട്ടികൾ വന്ന് ആ പിള്ളാരെ വിഴുങ്ങിയതായിട്ട് അപ്പോൾ ദൈവം ശപിച്ചതായൊരു പട്ടണമാണ് യെരിഹോ പട്ടണം. അവിടെ നിന്നും നിൽക്കുവാനല്ല ദൈവം നമ്മോട് യാത്ര. പിന്നെ അവരെ പോകുന്നത് നമുക്കറിയാം, യോർദാന്റെ അടുക്കൽ ചെന്നു. യോർദാൻ എന്തുവാണ്? ഹല്ലേലൂയ കലങ്ങി മറിയുന്ന ഇത് പല പുരോഹിതന്മാർ ഹല്ലേലൂയ അക്കരെ കടക്കുവാനായിട്ട് പ്രയാസം. ജനമെല്ലാം നിൽക്കുന്നു. കവിഞ്ഞു വരുന്ന മരണഭയമാകുന്ന ഒരു യോർദാനാണ്. എന്നാൽ ഹല്ലേലൂയ പെട്ടകം കൊണ്ടുള്ള പുരോഹിതന്മാർ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ അത് രണ്ടായിട്ട് മാറി ഹല്ലേലൂയ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഇത് അവിടെ നിന്ന് കഴിഞ്ഞ് ഹല്ലേലൂയ ഈ ഏലിയാവിനോട് പറഞ്ഞപ്പോൾ അവൻ എടുക്കുന്നത് കണ്ടു. അവന്റെ പുതപ്പ് ഹല്ലേലൂയ താഴോട്ടിട്ട് അവനത് കീറി ഹല്ലേലൂയ അതിനെ ആ വെള്ളത്തിൽ അടിച്ചപ്പോൾ അത് രണ്ടായിട്ട് പോയി. വീണ്ടും അടിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അതിൻ്റെ അവസ്ഥയൊക്കെയും നമുക്കറിയാം. അങ്ങനെ അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇന്ന് പകലിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നമ്മോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഹല്ലേലൂയ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ദൈവം നമ്മെ നടത്തിയിട്ടില്ലേ? അവൻ നടത്തിയ വഴികളെ നമ്മളൊന്ന് ഓർത്തി. ഇവിടെ പറയുന്നു, നീ ചോദിക്കുന്നു, ഞാൻ നിനക്ക് തരാം. എന്തുവാണ് ചോദിച്ചത്? അവൻ ധനം ചോദിച്ചില്ല, മാനം ചോദിച്ചില്ല, അവൻ മഹിമ ചോദിച്ചില്ല. എനിക്കൊരു കാര്യം മാത്രം, നീ വർക്ക് ചെയ്ത നിന്റെ ആത്മാവ് സാധാരണക്കാരിൽ സാധാരണക്കാരാ. ഗിലെയാദിലെ തിശ്ബിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് 5-ാം അധ്യായത്തിലും നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. അവൻ മഴ പെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്തില്ല, മഴ പെയ്യണമെന്ന് പറയുമ്പോൾ പെയ്ത അധികാരമുള്ള ആ ദൈവശക്തി ദൈവമേ എനിക്കും തരണമേ. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മോടും ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പോൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? ദൈവമേ ഹല്ലേലൂയ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്കാത്മാവ് എനിക്ക് തരണമേ. എന്തുവാണ്? തൃത്വത്തിൻ്റെ 3-ാമത്തെ ആളത്വമായിരിക്കുന്ന ശക്തീകരിക്കുന്ന വ്യക്തിയാകുന്ന ഈ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ തന്നാൽ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 വാക്യം പറഞ്ഞു, ഈ പിതാവെന്ന വാഗ്ദത്തം നമ്മളിൽ തരുമ്പോൾ അത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഹല്ലേലൂയ ബോധം വരുത്തും. അങ്ങനെയെങ്കിൽ ഈ വാഗ്ദത്തം ഹല്ലേലൂയ അവൻ നമുക്ക് വരുമ്പോൾ ഇതാർക്കാണ് തരുന്നത്? അപ്പോസ്തലർ 1:4 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഇതൊരു ദിവ്യമായ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തത്തിന് വേണ്ടി നാം കാത്തിരുന്നാൽ യെശയ്യാപ്രവചനം 40-ാം അധ്യായം 30 വാക്യം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അങ്ങനെയെങ്കിൽ ഈ ദിവ്യമായ വാഗ്ദത്തത്തിന് വേണ്ടി നാം കാത്തിരുന്നാൽ ഹല്ലേലൂയ ഈ വാഗ്ദത്തം നമുക്ക് തരും. ഗലാത്യലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം
ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ഹല്ലേലൂയ ഈ ആത്മാവെന്ന വാഗ്ദത്തത്തിന് വേണ്ടി ഹല്ലേലൂയ നാം വിശ്വാസത്തോടെ പ്രാപിക്കണം. അപ്പോൾ ഇത് കാത്തിരിക്കുക മാത്രമല്ല, ഇത് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ ഇതൊരു വാഗ്ദത്തമാണ്. ഇത് അബ്രഹാമിന്റെ അനുഗ്രഹം. ഞാൻ ക്രിസ്തുവേശുവിൽ കൂടി ഹല്ലേലൂയ ഒരു യോഗ്യതയുമില്ലാതെ പുറംപറമ്പിൽ കിടന്ന അവൻ നമുക്ക് ഇത് സൗജന്യമായി അവൻ നമുക്ക് തരും. ഒരു വിലയും കൊടുക്കണ്ട. നന്മകൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ ഒന്നും കഴിക്കണ്ട. ആയിരിക്കുന്നിടങ്ങളിൽ നാം വിശ്വാസത്തോടെ ഹല്ലേലൂയ ഇത് നാം പ്രാപിക്കുക. അത് പ്രാപിക്കണമെങ്കിൽ റോമാലേഖനം 10:9 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വാഗുണ്ടേറ്റു പറയണം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ ആ രക്ഷാനിർണയം പ്രാപിച്ച ദൈവജനമേ, ഇതിനുവേണ്ടി നാം കാത്തിരിക്കണം. ഇതിനുവേണ്ടി ഹല്ലേലൂയ നാം വിശ്വസിക്കണം. അപ്പോസ്തലപ്രവൃത്തി 5:32 പറയുന്നുണ്ട്, ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് ഈ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. അങ്ങനെയെങ്കിൽ ഇതനുസരിച്ചാൽ പറഞ്ഞു തീരാത്തൊരു ദാനമാണ്. ഈ ദാനം ഇത് ഗിഫ്റ്റായിട്ട് അവൻ നൽകിയിരിക്കുകയാണ്. അത് നാം പ്രാപിച്ചാൽ ഈ ജീവിതയാത്രത്തിൽ രോഗത്താൽ, ദുഃഖത്താൽ നാം ഭാരപ്പെടുമ്പോൾ, ഹല്ലേലൂയ ബുദ്ധിമുട്ടിൽ ഭാരപ്പെടുമ്പോൾ, ഹല്ലേലൂയ 2 കൊരിന്ത്യർ 4:7 ഇപ്രകാരം പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരങ്ങളിൽ പകർന്നത് എൻ്റെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. കാരണം എന്താണ്? ഞാൻ ഇടുങ്ങിയിരിക്കുന്നെങ്കിലും ഞാൻ ഇടറുന്നില്ല. ഞാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ പരിഭവിക്കുന്നില്ല. ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു നിരാശയുമില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശക്തി എൻ്റെ മേലുള്ളതുകൊണ്ട് ഹല്ലേലൂയ എന്നെ ജയോത്സവമായി നമ്മെ നടത്തുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു ദിവ്യമായ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ പലതിനെ ചൊല്ലി നമ്മൾ വിലപിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ദൈവം നമ്മോട് ചോദിക്കുന്നു, മകനെ, മകളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവൻ തരുന്ന അനുഗ്രഹങ്ങൾ തിരിഞ്ഞു നോക്കുകയും, ആവർത്തന പുസ്തകം പലപ്പോഴും ഞാൻ ആ വാക്യം കോട്ട് ചെയ്യാറുണ്ട്. 32-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, നീ പൂർവ്വ ദിവസത്തെ നീ ഓർത്തു നോക്കുക, മുൻതലമുറയുടെ സംവത്സരങ്ങളെ ചിന്തിച്ചു നോക്കുക. നിനക്ക് ഓർക്കുവാൻ വയ്യായെങ്കിൽ നിന്റെ പിതാക്കന്മാരോട് ചോദിര്, അവർ നിനക്ക് പറഞ്ഞു തരും. അവൻ തന്നതായുള്ള വഴികൾ, നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം, പണിതിട്ടില്ലാത്ത ഭവനങ്ങൾ, ഹല്ലേലൂയ ഒരു കാലത്ത് ഹല്ലേലൂയ കൂടുതുണിക്ക് മറുതുണിയില്ലാതെ, കിടപ്പാൻ ഭവനമില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ ഇനി എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തുമെന്ന് നോക്കുമ്പോൾ അവൻ നടത്തിയതായുള്ള വഴികൾ, അവൻ്റെ ഈ ശക്തി, ഈ അത്യന്ത ശക്തി ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ വീഴാതെ താഴാതെ ഹല്ലേലൂയ താഴ്ചയിൽ അവൻ ഉയർത്തിക്കൊണ്ട്, വീഴ്ചയിൽ നമ്മളെ കൈപിടിച്ചുകൊണ്ട്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴെ വഹിക്കുമ്പോൾ, കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ്റെ മീതെ ഹല്ലേലൂയ കാക്കുന്നത് പോലെ ദൈവം നമ്മെ കാത്തു വരുവാനിച്ചില്ലേ? കണ്ണിൻ മണി പോലെ അവൻ നമ്മെ കാത്തു വരുവാനിച്ചില്ലേ? എത്രമാത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നാം തുയ്യും നമ്മെ കരുതുന്ന കരുതൽ ഹല്ലേലൂയ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ഹല്ലേലൂയ നടത്തിയതായുള്ള വഴികൾ. ഹല്ലേലൂയ ഞങ്ങൾ കുവൈറ്റിലായിരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവം നടത്തിയതായുള്ള വഴികൾ. ഞാൻ ഹല്ലേലൂയ നാട്ടില് കറ്റാണത്തും കായംകുളത്തെ ബെനസറിലും കറ്റാണത്ത് സേവനത്തിലും, അത് കഴിഞ്ഞ് സെന്റ് തോമസ് മിഷൻ ആശുപത്രിയിലൊക്കെ എക്സ്റേ ടെക്നീഷ്യനായിട്ട് വഹാലിലെ ജോലി ചെയ്തിട്ട് കുവൈറ്റിൽ ചെന്നിട്ട് ഹല്ലേലൂയ ആ ജോലി ലഭിച്ചില്ല. ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ ലാബ് അസിസ്റ്റൻ്റായിട്ട് എംബസിയുടെ കീഴിലുള്ള സ്കൂളിൽ ജോലി കിട്ടി. അന്ന് ഹല്ലേലൂയ ഞാൻ പലയിടത്തുമൊക്കെയും ജോലിക്ക് അന്വേഷിച്ചു. അപ്പോൾ ഞാൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു. എന്തുവാണ് ഞാൻ ദൈവത്തോട് പറഞ്ഞത്? ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് റെൻറ്റ് കൊടുക്കാനുള്ള ജോലിയും കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തരണം. ഹല്ലേലൂയ കുവൈറ്റിലൊക്കെ ഹല്ലേലൂയ നമുക്കറിയാമല്ലോ, ജോലി ചെയ്യണം ഹല്ലേലൂയ എങ്കിൽ മാത്രമേ ഉള്ളൂ. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ അവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ ലാബ് അസിസ്റ്റൻ്റ് വേക്കൻസി വന്നപ്പോൾ ഞാൻ കൊടുത്തു. എന്നാൽ ഹല്ലേലൂയ എനിക്ക് കിട്ടിയ ശമ്പളം എത്ര ആണെന്നറിയാമോ? ഞാനൊരു വീടെടുത്തു. ആ വീടിന് 120. ഹാരിസിന് അവിടുത്തെ ഹല്ലേലൂയ വാച്ച്മാൻ $1 വന്നു കൊടുക്കണം. 2001 അപ്പോൾ ഹല്ലേലൂയ എനിക്ക് ജോലി കിട്ടി. എനിക്ക് കിട്ടിയ ആദ്യത്തെ ശമ്പളം അടിച്ചു തരുന്നത് $121. ഹല്ലേലൂയ എല്ലാവർക്കും അത്ഭുതമാണ്. 130 125 തരണം. എന്താണ് എനിക്ക് ഇങ്ങനെ തന്നത്? ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ
എനിക്ക് റെൻറ്റ് കൊടുക്കാനുള്ള ജോലിയും കർത്താവിൻ്റെ വേലയുമായി. നിങ്ങൾക്കറിയാമോ, ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ളതുകൊണ്ട് ഇന്ത്യയുടെ അവധിയുണ്ട്, കുവൈറ്റിൻ്റെ അവധിയുണ്ട്. ഹാലലിയ 3 മാസം ശമ്പളത്തോടുള്ള ലീവുണ്ട്. അത് തന്നെയല്ല, ഉച്ചവരെയുള്ളൂ സ്കൂള്. പിന്നെ ക്യാമ്പിലോ ഹല്ലേലൂയ കുവൈറ്റിൽ ഞങ്ങൾക്ക് 50 പ്രയർ ഗ്രൂപ്പുണ്ട്. എല്ലാ ദിവസവും ഹല്ലേലൂയ മീറ്റിംഗ് ആണ്. എല്ലാ ദിവസവും ഓരോരുത്തർക്ക് പോകണം. എന്നാൽ ഹല്ലേലൂയ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും ഹല്ലേലൂയ. അതുകൊണ്ടാണ് അന്ന് ഞാൻ ഹല്ലേലൂയ ഒരു പാട്ട് ഹല്ലേലൂയ അനുഭവത്തിൽ പറഞ്ഞു, ഞാൻ ചോദിച്ചത് പലതും തന്നില്ല, ചോദിക്കാതെ പലതും തന്നു, അത് ചോദിച്ചതിലും വലുതാണ്. അത് ഞങ്ങൾ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എൻ്റെ വൈഫിന് RN പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ടെലിമെട്രിയൊക്കെ പഠിച്ചു. അപ്പോൾ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, എൻ്റെ ശമ്പളം കൂടെ വൈഫിന് കിട്ടുവാണെങ്കിൽ ഞാൻ ഹല്ലേലൂയ കർത്താവിൻ്റെ വേല ചെയ്തു കൊള്ളാം. 2014 തീരുമാനമെടുത്തു. എന്നാൽ ഹല്ലേലൂയ പലരും പറഞ്ഞു, 10-20 വർഷമുള്ളവർക്ക് അത്രയും കിട്ടുന്നില്ല, നീ എന്തോ പറയുവാണ്, ഒരു എക്സ്പീരിയൻസും ഇല്ല, അതുപോലെ GNM ആണ്, എങ്ങനെ കിട്ടാനാണ് ഹല്ലേലൂയ. എന്നാൽ ഞാൻ ചോദിച്ചത് പലതും തന്നില്ല, ചോദിക്കാതെ പലതും തന്നു, അത് ചോദിച്ചതിലും വലുതാണ് ഹല്ലേലൂയ. ഞാൻ 10 ചോദിച്ചു, 10 എനിക്ക് അവൻ തന്നില്ല, അവൻ തന്നത് 15 ഹല്ലേലൂയ. അന്ന് പോലെ ഞാൻ കർത്താവിന് വേല ചെയ്യുന്നു. അതിനുശേഷമാണ് എനിക്ക് ഹല്ലേലൂയ ഒരു അറ്റാക്ക് വരികയും കാലിൻ്റെ വീക്ക്നെസ് വരികയും നട്ടെല്ലിന് ഹല്ലേലൂയ ഓപ്പറേഷനൊക്കെ പറ്റി വീൽ ചെയറിലായിത്തീർന്നത്. എന്നാൽ ഹല്ലേലൂയ ദൈവം നടത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പാടിയത്, ഞാൻ ചോദിച്ചത് പലതും തന്നില്ലല്ലോ, ചോദിക്കാതെ പലതും തന്നല്ലോ, അതു ചോദിച്ചതിലും നിന്നച്ചതിലും എത്രയോ ശ്രേഷ്ഠമത്, അത് എത്രയോ ശ്രേഷ്ഠമതേ. അന്ന് ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഈ അപകടങ്ങളൊക്കെ പറ്റിയപ്പോൾ ഞാൻ തുടർന്ന് എഴുതിയതാണ് ആ വരികൾ. ഞാൻ നടന്നാലും ഞാൻ ഇരുന്നാലും ഈ ദൈവമെന്നും എൻ്റെ ദൈവം, ഞാൻ നടന്നിടുമേ ഞാൻ നിന്നിടുമേ, എൻ വിശ്വാസ കണ്ണാൽ കണ്ടിടുമേ, ഞാൻ നടന്നിടുമേ ഞാൻ നിന്നിടുമേ, എൻ വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നേ. ഞാൻ ചോദിച്ചതു പലതും തന്നില്ലല്ലോ, ചോദിക്കാതെ പലതും തന്നല്ലോ, അതു ചോദിച്ചതിലും നിനച്ചതിലും എത്രയോ ശ്രേഷ്ഠമത്, അത് എത്രയോ ശ്രേഷ്ഠമത്. അതുകൊണ്ട് ഹല്ലേലൂയ ഏലിയാവ് എടുക്കപ്പെടും മുമ്പ് എലീശയോട് പറഞ്ഞത് അത് അവന് കൊടുത്തു. ഹല്ലേലൂയ നമുക്കറിയാം ഏലിയാവ് 8 അത്ഭുതമേ ചെയ്തുള്ളൂ. എലീശ ജീവനോടിരിക്കുമ്പോൾ 15 ചെയ്തുള്ളൂ. എന്നാൽ ഇരട്ടി പങ്ക് വേണമെങ്കിൽ 16 ചെയ്യണം. ഹല്ലേലൂയ നമുക്കറിയാം, രാജാക്കന്മാരുടെയൊക്കെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഹല്ലേലൂയ ഒരു യുദ്ധം കഴിഞ്ഞു പോകുമ്പോൾ ഒരു ഭടൻ മരിച്ചുപോയി. അവനെ എടുത്ത് എലീശയുടെ കല്ലറയിലിട്ടപ്പോൾ അവനത് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ അങ്ങനെ 16 തികച്ചു. ദൈവത്തിൻ്റെ വചനത്തിനോ വാഗ്ദത്തങ്ങൾക്കോ യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ചോദിച്ചു കൊള്ളുക. ഹല്ലേലൂയ നമ്മൾ ഗിൽഗാലിൽ നിൽക്കാതെ, ബേഥേലിൽ നിൽക്കാതെ, എരിഹോവിൽ നിൽക്കാതെ, യോർദാൻ നിൽക്കാതെ, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം നമുക്കുണ്ട്. അവിടോട്ട് നമുക്ക് യാത്ര ചെയ്യാം. രണ്ടാമതൊരു ചിന്തയും കൂടെ അതുകൊണ്ട് പറഞ്ഞു കൊള്ളട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? പറക, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഹല്ലേലൂയ. രണ്ടാമത് എലീശ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയുടെ വീടിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൾ ഓടിച്ചെന്ന് പറയുകയാണ്, എൻ്റെ 2 മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നു. ഹല്ലേലൂയ, എനിക്ക് ജീവിക്കുവാൻ നിവർത്തിയില്ല. എൻ്റെ ഭർത്താവ് ഒരു യഹോവ ഭക്തനാണെന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ എലീശ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കടം വീട്ടിൽ തരണം. അപ്പോൾ പറയും, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ വീട്ടിൽ ഒന്നുമില്ല. അപ്പോൾ
അത് അവളോട് പറഞ്ഞു, അയലത്ത് പോയി വെറും പാത്രങ്ങൾ മേടിച്ച് നീയും നിന്റെ മക്കളുടെ കഥ വടച്ചു പകരുവാൻ പറഞ്ഞു. അവർ പകർന്നു. ഹല്ലേലൂയ. ആ അമ്മ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, പാത്രം ഇനിയും വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് നിന്നു. പ്രവാചകനോട് ചെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ആ എണ്ണ വിറ്റ് ഹല്ലേലൂയ നിന്റെ കടം വീട്ടി നീയും നിന്റെ മക്കളും ഹല്ലേലൂയ സുഖമായി കഴിയുക. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയെപ്പോലെ നമ്മുടെ അവസ്ഥയും അതുപോലാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് ചോദിക്കുന്നു, മകനെ മകളെ, നീറുന്ന പ്രയാസവും പ്രയാസവും പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ദൈവജനമേ, നിങ്ങളുടെ ആവശ്യം എനിക്കറിയത്തില്ല. എന്നാൽ ദൈവം നിന്നോട് ചോദിക്കുന്നു, മകനെ മകളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പറക, നിന്റെ വീട്ടിലുണ്ട്. ഇതിനകത്ത് ചില ആത്മീക സത്യയോടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സമയം മുന്നോട്ട് പോകുന്നല്ലോ. ഇവൾ ഒന്നാമത് പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഒരു യഹോവ ഭക്തനാണ്. അവളൊരു സാക്ഷ്യം പറയുകയാണ്. അല്ലെങ്കിൽ ആരാണ് ഈ യഹോവ ഭക്തൻ? 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആഹാബ് ഹല്ലേലൂയ എല്ലാവരെയും കൊല്ലുന്ന കണ്ടുകൊണ്ട് അവൻ്റെ ഒരു ഹല്ലേലൂയ ഒരു പഠനമുണ്ടായിരുന്നു. അവൻ്റെ പേര് ഹല്ലേലൂയ ഒബദ്യാവെന്നാണ്. ആ ഒബദ്യാവിനെ പറ്റി പറയുന്നു, അവനൊരു യഹോവ ഭക്തനാണ്. അവൻ 100 പേരെ വിളിച്ചോണ്ട് വന്നു 50 പേരായിട്ട് ഗുഹയിൽ ആഹാരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത്, എലീശായേ, എൻ്റെ ഭർത്താവിനെ നിനക്കറിയാമല്ലോ, അവൻ ആരാണ്? യഹോവ ഭക്തൻ. അങ്ങനെയെങ്കിൽ നാം ഒരു യഹോവ ഭക്തനാണെങ്കിൽ 12-ാം സങ്കീർത്തനം 1-ാം വാക്യം പറയുന്നു, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഹല്ലേലൂയ. ഭക്തന്മാർ ഹല്ലേലൂയ ഇല്ലാതെ പോകുമ്പോൾ 4-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ തൻ്റെ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 111-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ഒരു യഹോവ ഭക്തനാണെങ്കിൽ നിന്നെ ഹല്ലേലൂയ ദൈവം വഴിയിലിട്ടിട്ട് പോകുകയില്ല. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം 10-ാം വാക്യം പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്ന ഭക്തന്മാർക്കു യാതൊന്നും കുറവില്ല. ഹല്ലേലൂയ. നമ്മെ നടത്തിയ വഴികൾ നോക്കുകയും ഹല്ലേലൂയ. ആ തങ്കമ്മാമ്മ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം. പള്ളിക്കലിൻ്റെ പ്രദേശത്ത് ഒരു ക്രിസ്തീയ മാതാപിതാക്കൾ 12 മക്കളെ എങ്ങനെ വളർത്തുമെന്ന് പലരും ചോദിച്ചു. ഹല്ലേലൂയ. ഒരു മലഞ്ചരക്ക് വ്യാപാരിയായി കർത്താവിനെ സത്യസന്ധമായി സ്വന്തം അധ്വാനം കൊണ്ട് ഹല്ലേലൂയ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഹല്ലേലൂയ എങ്ങനെയായിത്തീരുമെന്ന് പലരും ചോദിച്ചു. എന്നാൽ ഹല്ലേലൂയ യഹോവ ഭക്തന്റെ മക്കൾക്ക് ധൈര്യമുണ്ട്. അവരൊരിക്കലും വഴിയിലിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. എൻ്റെ ദൈവം വലിയവനാണ്. ഞങ്ങളെല്ലാം ദൈവം ഞങ്ങൾ ചോദിച്ചാലും നിലച്ചാലും അത്യന്തമായി ദൈവം നടത്തി. അതുകൊണ്ട് രോഗമില്ല, ദുഃഖമില്ല എന്നല്ല, ഭാരമില്ല, പ്രയാസമില്ലല്ല. അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ ആയാലും ഹല്ലേലൂയ അലകടൽ ജീവിതത്തിൽ വന്നാലും ഹല്ലേലൂയ ദൈവം നമ്മെ കാത്തു പരിപാലിക്കും. അതുകൊണ്ട് അവൾ പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഒരു യഹോവ ഭക്തനാണ്. ഹല്ലേലൂയ. അവളൊരു സാക്ഷ്യം പറയുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭർത്താവിനെ പറ്റി, നമ്മുടെ ഭാര്യയെപ്പറ്റി, നമ്മുടെ കുഞ്ഞുങ്ങളെപ്പറ്റി നമ്മുടെ ഒരു സാക്ഷ്യമുണ്ട്. എബ്രായലേഖനം പറഞ്ഞു, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിന്ന് നമ്മെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓട്ടം വിശ്വാസത്തിന് നായകനും പൂർത്തിവറ്റും യേശുവിനെ നോക്കുമ്പോൾ അങ്ങുമിങ്ങും നോക്കാതെ ഈ വെള്ളത്തിൻ കുമിള പോലെ മിന്നിത്തിളങ്ങുന്ന ഈ ജടീക സുഖങ്ങൾക്ക് അടിമപ്പെട്ട് മുന്നോട്ട് പോകാതെ ഹല്ലേലൂയ നമുക്കൊരു സാക്ഷ്യമുണ്ട്. ഒരു സാക്ഷി നമ്മളെ കാണുന്നവൻ, ഇവനും യേശുവിൻ്റെ കൂടെയുള്ളവനെന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? അത് തന്നെയുമല്ല, ഈ സ്ത്രീയുടെ 2ാമത്തെ ഗുണവിശേഷം, കടങ്ങളൊക്കെ വിട്ടു അവൾ പറയേണ്ടവനോട് ചെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ഭാരം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ കൂട്ടുകാരോട് പറഞ്ഞാൽ അന്നേരം പറഞ്ഞിട്ട് മാറി നിന്നിട്ട് നമ്മളെ പഠിക്കുകയും ദുഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു സ്നേഹിതനുണ്ട്, നല്ലൊരു ശമരിയക്കാരനുണ്ട്. അവനോട് ചെന്ന് പറഞ്ഞാൽ അവൻ ഉപേക്ഷിക്കത്തില്ല. അവൻ ആരാണ്? അവനൊപ്പം പറയുവാൻ ആരുമില്ല. അവനൊരു മാറാത്തൊരു ദൈവമാണ്, മറക്കാത്തൊരു ദൈവമാണ്. മാറിയുടെ അനുഭവങ്ങളെ മധുരമാക്കി തീർക്കുന്ന ഒരു മാധുര്യവാനോട് നമ്മൾ ചെന്ന് പറയാം,
ഹല്ലേലൂയ. അതുകൊണ്ട് 4-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നു, ചിലർ ആശ്രയം രഥങ്ങളിലും കുതിരകളിലും വെക്കുന്നു, ഞാനോ എൻ്റെ യഹോവയിൽ ആശ്രയം. കാരണം എന്താണ്? തൻ്റെ അപ്പനും അമ്മയും ഉപേക്ഷിച്ച സ്ഥാനത്ത് ദൈവം അവനെ ചേർത്തുകൊണ്ടില്ല. 27-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ഇശായിയുടെ വീട്ടിൽ ശമൂവേൽ പ്രവാചകൻ വന്ന് രാജാവിനെ നിയമിക്കുവാൻ വാഴിക്കുവാൻ വന്നു കഴിഞ്ഞപ്പോൾ 1 ശമൂവേൽ 16 പറയുന്നുണ്ട്, ഇനി നിന്റെ മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുത്തനുണ്ട്, അവനെ കോമായിട്ട് മാറ്റിയെടുത്തു, അവനെ വീട്ടിൽ അവനെ ആടുകളെ മേയ്ക്കാൻ പോയിക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മേനെ ഉപേക്ഷിച്ച സ്ഥാനത്ത് എൻ്റെ യഹോവ എന്നെ ചേർത്തു. ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. കാരണം എന്താണ്? അവൻ്റെ ജീവിതത്തിലെ യഹോവ ഇടയനായി ഉള്ളത് കൊണ്ടാണ്. അത് തന്നെയുമല്ല, ഈ പ്രവാചകൻ അവളോട് ചോദിച്ചു, 3-ാമത്, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ ഇല്ല. നമ്മളോട് ദൈവം എന്തെങ്കിലും ചോദിച്ചാൽ ഉള്ളത് നാം തുറന്ന് സത്യമായി പറയുക. നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ഉള്ളത് വെച്ച് മറച്ചു വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഹല്ലേലൂയ, അനന്യാസ് സപ്പീറയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ദൈവജനം ഹല്ലേലൂയ നമ്മളെ വിളിച്ചു പറയുന്നു. എന്നാൽ അടുത്തതായിട്ടുള്ളൊരു പോയിന്റ്, അവിടെ ജീവിതത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു, പണമെല്ലാം നഷ്ടപ്പെട്ടു, കടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ നഷ്ടപ്പെടാതെ അവൾ സൂക്ഷിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് അത്? എണ്ണയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സിമ്പലായിട്ടാണല്ലോ നാം എണ്ണയെ കാണുന്നത്. ഇതവൾ നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് എലിയാവിനോട് ചോദിച്ചത്, എനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ തരണം. എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും ഈ ദൈവത്തിൻ്റെ ഈ പരിശുദ്ധാത്മാവ് വന്നു. കാരണം എന്താണ്? ജീവിതത്തിൽ അവളെ വഴി നടത്തും, അവളെ നിലനിർത്തും. നമുക്കറിയാം, ശൗലിൽ ദുരാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് കിന്നരം വെച്ച് പാടിയപ്പോൾ അവൻ്റെ ദുരാത്മാവ് മാറ്റി ആത്മാവിനെ കൊടുക്കുന്നത് കാണാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യുമ്പോൾ ഈ ആത്മാവ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനം ദാവീദ് പറഞ്ഞു, താവേ നിന്റെ സാന്നിധ്യവും ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകി നിന്റെ ആത്മാവിനെ ഹല്ലേലൂയ എനിക്ക് തരണമേ എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ ആത്മാവിനെ ഒരിക്കലും നാം നഷ്ടപ്പെടും. ഈ ലോകത്തിൽ നാം എന്ത് നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്താ പ്രയോജനം? സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങളിൽ ഹല്ലേലൂയ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, ഹല്ലേലൂയ, യൗവനക്കാരാ യൗവനകാലത്തിന് സൃഷ്ടാവിനെ അറിയിക്കുകയും ദുർദിവസങ്ങൾ വരുന്ന ഇഷ്ടമില്ല എന്ന് പറയുന്ന ഹല്ലേലൂയ ജീവിതത്തിൻ്റെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞു, അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, നിന്റെ ശരീരം വിറയ്ക്കും. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ അരയ്ക്കുന്ന ശബ്ദം ചുരുക്കമാവും, പല്ലുപൊഴിയും. ഹല്ലേലൂയ. കിളിവാതിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാവും, കണ്ണു കാണാത്തവരും രോചനക്കുരു ഫലിക്കാത്തവരും, മരുന്ന് ഹല്ലേലൂയ ബലവാന്മാർ കുനിയും, നിന്റെ നട്ടില്. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് 7-ാം വാക്യത്തിൽ പറയുന്നു, പൊടി പണ്ടായിരുന്നത് പോലെ പൊടി മനുഷ്യന്റെ ശരീരം മണ്ണിലോട്ട് ചേരും, ആത്മാവിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കൽ ചെയ്യും. സഹോദര, ഈ ആത്മാവിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മുടെ ഈ ആത്മാവ് ചെല്ലുമോ? ഒരിക്കലും നാം ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി ഇതിനെ ഹല്ലേലൂയ നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്നു. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞു, നീ വെളും പാത്രങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരുവാൻ. നമുക്കറിയാമല്ലോ, കടത്തിൻ്റെ കടം കയറി കിടക്കുന്ന ഒരു സ്ത്രീക്ക് അയലത്തെ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ ആരെങ്കിലും കൊടുക്കുമോ? എന്നാൽ ആ സ്ത്രീ ഒരു നല്ല സ്ത്രീയാണ്, അവർക്കറിയാം. ആ സ്ത്രീ ഹല്ലേലൂയ നല്ലൊരു സ്ത്രീ. അവരുടെ ജീവിതത്തിൽ മറ്റുള്ള മുഴുവൻ സാക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. സാദൃശവാക്യം 30-ാം അധ്യായത്തിൽ സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അവിടെ വില മുത്തുകളിലും വിലയരുത് പറഞ്ഞില്ല. സ്വർണമോ തങ്കമോ വെള്ളിയോ പറഞ്ഞില്ല. അവിടെ ഹല്ലേലൂയ ഒരു പേള് മുത്ത്. സ്വർണത്തിനും ഹല്ലേലൂയ തങ്കത്തിനും വെള്ളിക്കും മാർക്കറ്റിൽ ഒരു ഫിക്സഡ് റേറ്റ് ഉള്ളപ്പോൾ മുത്തിനൊരു മോഹവിലയാണ്. ഈ സ്ത്രീ ഹല്ലേലൂയ അവൾക്കൊരു സാക്ഷ്യമുണ്ട്, മറ്റുള്ള മുന്നിലൊരു വിലയുണ്ട്, ഒരു നിലയുണ്ട്. ചോദിച്ചപ്പോൾ അവർ വെറും പാത്രങ്ങളെല്ലാം കൊടുത്തു. നമ്മളാണെങ്കിൽ പറയും, അവൾ 2 പാത്രം ഇന്നലെ മേടിച്ചു, അതുകൊണ്ട് അവൾ വിറ്റു, ഇനിയും തരത്തില്ല എന്നൊക്കെയും പറയും. എന്നാൽ അവൾ ചോദിച്ചപ്പോൾ അവർ കൊടുക്കുവാൻ അവളൊരു വിശ്വസ്ത നല്ല സാമർഥ്യമുള്ള ഒരു സ്ത്രീ ആകുന്നതുകൊണ്ടാണ് എന്ന്. എന്നാൽ കുട്ടികളുമായി കയറി കഥ അടച്ചു. ഇന്ന് കുട്ടികളെ വിളിച്ചാൽ വരുമോ? ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്, നമുക്ക് ആരെയും കുറ്റം പറയുവാനൊക്കത്തില്ല. അവർ കഥ കടച്ച് പ്രാർത്ഥിച്ച് എണ്ണ ഇങ്ങനെ പകർന്നു, അത് കൂടി 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 വന്നു. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ
നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ. അവിടെ ലാസ്റ്റ് അവൾ ചോദിക്കുന്നുണ്ട്, പാത്രം തീർന്നപ്പോൾ പിള്ളേരോട് ചോദിക്കുന്നുണ്ട്, ഇനിയും പാത്രമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിള്ളേർ രണ്ടുപേരും പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ നിന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിന്നു പോകും. എൻ്റെ പിതാവ് പറയാറുണ്ട്, ഒരു കിണറ്റിലെ വെള്ളം കോരിയെങ്കിൽ മാത്രമേ കൂടി വരത്തുള്ളൂ. നമ്മുടെ ഇല്ലായ്മയിൽ നമ്മൾ ഉള്ളത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ദൈവം നാം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവം നമ്മളെ അതിശയകരമായി അവൻ നമ്മെ നടത്തും. ആ നടത്തുന്ന വഴികൾ ഹല്ലേലൂയ എത്ര വലുതാണ്. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മെ കരുതുന്ന ഒരു കർത്താവുണ്ട്, നമ്മെ കാക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീ ഹല്ലേലൂയ അവിടെ കടം വീട്ടി മുന്നോട്ട് പോയി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, രണ്ട് ചിന്ത. ഏലിയാവ് എലീശയോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. ഈ എലീശ തൻ്റെ ജീവിത ശുശ്രൂഷ അയക്കുമ്പോൾ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൾ പറഞ്ഞു, എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചോണ്ട് പോകുന്നു, എൻ്റെ കടം വീട്ടണം. ഒരനുഭവ സാക്ഷികളെ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോട്ടെ. കുവൈറ്റിലായിരുന്നപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് നാട്ടിൽ പോകണം. ഹല്ലേലൂയ. ഞാൻ ഓർഗൻ പഠിപ്പിക്കുന്നുണ്ട്, കുറച്ച് പൈസ കിട്ടും. ഹല്ലേലൂയ. ലാസ്റ്റിലൊരു $120 ബാങ്ക് ഇട്ടിട്ട് പോകണം. അതിനില്ല. ഏകദേശം ഒരു $50 ഇട്ട് പിന്നെ തിരിച്ചു വരുന്ന ഉടനെ ഹല്ലേലൂയ ബാക്കിയുള്ളവരോട് അഡ്ജസ്റ്റ് ചെയ്ത് റെൻറ്റ് കൊടുക്കാമെന്നും പറഞ്ഞു പോയി. എന്നാൽ നാട്ടിൽ പോയി 2 മാസത്തെ അവധി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഹല്ലേലൂയ ബാങ്ക് ഓഫ് കുവൈറ്റിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇട്ട് എടുക്കാൻ നോക്കിയപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ ആകെ 50 KD വരേണ്ടടുത്ത് 750 KD. ദൈവമേ, ഞാൻ ഹല്ലേലൂയ 120 എനിക്ക് കൊടുക്കണ്ടേ? ഹല്ലേലൂയ, ഇത് എങ്ങനെ 750 വന്നു? നമ്മുടെ ഹല്ലേലൂയ ലീവ് സാലറിയൊക്കെ നേരത്തെ കിട്ടി ഞങ്ങൾ മേടിച്ചോണ്ട് പോയതാണ്. എന്നാൽ ഹല്ലേലൂയ നിങ്ങൾക്കറിയണം, ഹല്ലേലൂയ നമ്മുടെ ആകാശത്തിലേക്ക് കിളിവാതിൽ തുറന്ന് ഹല്ലേലൂയ ദൈവം തരുന്നത്. എൻ്റെ വൈഫിൻ്റെ പേര് എലിസബത്ത് ജേക്കബ് എന്നാണ്. അവിടെ ഒരു മേട്ടനുണ്ട്, അവരുടെ പേരും എലിസബത്ത് ജേക്കബാണ്. അവരുടെ ശമ്പളം ഞങ്ങൾക്കും വന്നു, ഞങ്ങളുടെ ശമ്പളം അവർക്കും പോയി. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ അത് കുറച്ച് പിടിച്ചു. ദൈവം തൻ്റെ ഭക്തന് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് അവൻ നമുക്ക് വേണ്ടി ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ട്. ദൈവം ചെയ്ത നന്മകൾ ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ കരുതുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. കരതലത്താൽ അവൻ കാത്തിടും. അതുകൊണ്ട് നമ്മൾ കരയേണ്ട മകനെ, കലങ്ങേണ്ട മകനെ കരുതുവാൻ കർത്താവ് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അന്ന് എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞാനിവിടെ വന്ന് പല പ്രയാസങ്ങളിൽ കൂടി നടന്നു. ഹല്ലേലൂയ തങ്കമ്മാമയ്ക്ക് ഉണ്ണിച്ചാനും എന്നെ അറിയാവുന്നവർക്കറിയാം. 27 ഉടുകയും 4 ഇഞ്ചക്ഷനും എടുത്തുകൊണ്ടാണ് ഞാൻ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഹല്ലേലൂയ വീഴാതെ താഴാതെ ഹല്ലേലൂയ എന്നെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഹല്ലേലൂയ എന്നെ കരുതുന്ന കർത്തനുണ്ട്, എന്നെ നടത്തുന്ന വഴികളുണ്ട്, എന്നെ കരുതുന്ന കർത്തനുണ്ട്, എന്നെ നടത്തുന്ന വഴികളുണ്ട്. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, ഒരു കാതും അത് കേട്ടിട്ടില്ല. ദൈവം തന്നാത്മാവിനാ വെളിപ്പെടുത്തി തരുമേ. അങ്ങനെ ദൈവം എനിക്ക് തന്നൊരു പാട്ടാണ്. അത് ഞാൻ ഹല്ലേലൂയ എൻ്റെ യൂട്യൂബിലും സജി PM പള്ളിക്കൽ ഫേസ്ബുക്കിലും അടിച്ചാൽ നിങ്ങൾക്ക് ഹല്ലേലൂയ എൻ്റെ പ്രസംഗങ്ങളും ഹല്ലേലൂയ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഉണ്ണിച്ചാനും തങ്കമ്മാമയോടും ഈ ശബ്ദപരിധിയിൽ ഹല്ലേലൂയ ഈ പ്രെയർ പാർട്ണർഷിപ്പ് ഫെലോഷിപ്പിൽ ആയിരിക്കുന്ന എല്ലാവരോടും ഹല്ലേലൂയ നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് ഹല്ലേലൂയ തുടർന്നും ഹല്ലേലൂയ ഇതേ വചനത്തിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന സാധനം ക്ഷണിച്ചുകൊണ്ട് ഹല്ലേലൂയ ക്രിസ്തുവിൽ എളിയ സഹോദരൻ ഹല്ലേലൂയ ഡാളസിൽ നിന്ന് നിങ്ങളുടെ ഹല്ലേലൂയ പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ട് ഈ വചനത്തിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Praise the Lord. Hallelujah. Praise the Lord. അനുദിന വേദ ചിന്തകൾ അനുഗ്രഹമാരി ചൊരിയും